സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. എടാ നിങ്ങൾ അറിഞ്ഞാ മൈൻക്രാഫ്റ്റിൽ പുതിയ അപ്ഡേറ്റ് വന്ന് 1.20.5. എന്താണ് മൈൻക്രാഫ്റ്റ് ഇങ്ങനെ? എന്തുകൊണ്ടാണ് മൈൻക്രാഫ്റ്റ് ഇങ്ങനെ? മൈൻക്രാഫ്റ്റ് എന്തുകൊണ്ടാണ് ഇങ്ങനെ? അത് മൈൻക്രാഫ്റ്റ് ആയതുകൊണ്ട്. ഇതിവിടെ പറയേണ്ട യാതൊരു ആവശ്യമില്ല. ഞാൻ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ 1.20.5 ഇറങ്ങിയിട്ട് ഏതാണ്ട് ഒരു മാസമായി. ഞാൻ ഇപ്പോഴാണ് ടെസ്റ്റ് ചെയ്യുന്നത്. ഞാൻ ഇപ്പോൾ ലേറ്റസ്റ്റ് റിലീസിലാണ് കയറിയിരിക്കുന്നത്. ഇപ്പം ഒരു മാസം ആവാനായി ഇറങ്ങിയിട്ട്. അപ്പം മൈൻക്രാഫ്റ്റിൽ 1.20.5 ഇറങ്ങാനൊരു കാരണമുണ്ട്. അതെന്താണെന്നൊക്കെ പറഞ്ഞുതരാം. എൻ്റെ ഒരു പ്രസംഗം കൂടി ഉണ്ട്, അതൊക്കെ നിങ്ങൾ കേൾക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പുതിയൊരു രണ്ട് മോബ് വന്നിരിക്കണം. അതായത് ആർമഡിലോ എന്ന് പറഞ്ഞൊരു മോബും, പിന്നെ നമ്മുടെ വോൾഫിന് പുതിയ വെറൈറ്റി ഇറങ്ങിയിരിക്കണ്. വോൾഫ് ഇത് വരും. അതിന് വേറൊരു വെറൈറ്റി ഇല്ലാത്തത് കൊണ്ട് അതിങ്ങനെ നാണം കെട്ട് നടക്കിയിരുന്നു. അപ്പം ഇപ്പോൾ മൈൻക്രാഫ്റ്റ് പുതിയൊരു അപ്ഡേറ്റ് കൊടുത്തിരിക്കണ്. എന്താണെന്നറിയോ? പല വെറൈറ്റീസ് ഓഫ് വോൾഫ്സ്. അത് 8 എന്താണ്ട് ഉണ്ട് തോന്നുന്നു. അപ്പോൾ ആദ്യത്തെ മോബ്, അപ്പോൾ നമുക്ക് നമ്മുടെ ടെസ്റ്റ് അല്ല ഓരോന്നൊക്കെ കിടന്നാലോ എങ്ങനെ? പുതിയ മോബ് എന്ന് പറയുന്നത് ഇതാ ആർമഡിലോ. അതിൻ്റെ സ്പോണാണ് ഈ കാണുന്നത്. അപ്പോൾ കണ്ട ഇതാണ് നമ്മുടെ പുതിയ മോബ് എന്ന് പറയുന്നത്. കുലുങ്ങി നടക്കണം കണ്ട. അപ്പോൾ ഇവൻക്ക് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇവനൊന്ന് തല്ലിയാൽ മതി, ഉണ്ടാവും ഒരു സ്ക്വയർ ബോൾ പോലെ ആവും. അപ്പോൾ ഇവൻ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് തലയിട്ട് നോക്കും. നമുക്കൊന്ന് നോക്കി നോക്കാം. തലയിട്ട് നോക്കും. എന്നിട്ട് അപകടം ഒന്നും ഇല്ലയെന്ന് പറഞ്ഞാൽ അപ്പോൾ ഓൻ്റെ യാത്ര തുടങ്ങും. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ടാകും. എന്താണെന്ന് പറഞ്ഞുതരാം. നമ്മുടെ ഈ ഒരു ബ്രഷ് ഉണ്ടല്ലോ, ഇതുകൊണ്ട് നമുക്ക് എത്ര വേണമെങ്കിലും ഇവൻ്റെ മേത്ത് നിന്ന് ഈ ഒരു സ്കൂട്ട് എന്ന് പറഞ്ഞ സാധനം എടുക്കും. പിന്നെ ഒരു അഡ്വാൻസ്മെൻറ്റും കിട്ടും. ഇറ്റ്സ് എ സ്കൂട്ട്. പക്ഷേ പിന്നെ ഇത് ഇൻഫിനിറ്റി ആയിട്ട് സാധനം കിട്ടില്ല ഈ ബ്രഷ് കൊണ്ട് എടുക്കാമെന്ന് വിചാരിക്കണവർക്ക്. അങ്ങനെയല്ല കാര്യങ്ങൾ. ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ സർവൈവൽ മോഡിൽ പോയിട്ട് ഇതിനെങ്ങനെ എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് പൊട്ടും. അപ്പോൾ അതിനനുസരിച്ചാണ് ഈ സാധനം ഇവിടെ വർക്കാവുന്നത്. പെട്ടെന്ന് ഞാൻ വിചാരിക്കണം ഇത്ര സിമ്പിളായി ആർമർ സ്കൂട്ട് കിട്ടുമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ അതങ്ങനെയാണ് വർക്കാവുന്നത്. വേറൊരു കാര്യം കൂടി ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ആർമഡിലോനെ നമുക്ക് ബ്രീഡ് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ട്? സ്പൈഡർ ആയതുകൊണ്ട്. പുതിയൊരു കുട്ടി വരേണ്ടതാണ് പെട്ടെന്ന്. നമുക്ക് ഇതിന് രണ്ടിനും ബ്രീഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് അച്ഛൻ, അമ്മ, കുട്ടി. അപ്പോൾ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിന് ആർമർ ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ അത് പൊട്ടുമല്ലോ. നിങ്ങൾ നേരത്തെ കണ്ടല്ലോ എൻ്റെ നല്ല പ്രവൃത്തി. അപ്പോൾ ഇതിന് ആർമർ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനിപ്പോൾ നമ്മൾ വീണ്ടും എന്നോട് ക്ഷമിക്കേണ്ടതാണ്. ഇതിന് നമ്മളിങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ആർമർ പൊട്ടി. ഈ പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ അയങ്കോളത്തിന് അയൻ കൊണ്ട് റെഡിയാക്കുന്ന പോലെ ഇതുകൊണ്ട് ഇത് റെഡിയാക്കാം. അതിനൊരു അഡ്വാൻസ്മെൻറ്റും കിട്ടും. ഡിലോൻ്റെ ഈ സാധനം ഉണ്ടല്ലോ, എന്താണ് ഈ ആർമഡിലോ സ്കൂട്ടി, ഈ സാധനം കൊണ്ട് നമുക്കൊരു ആർമറും കൂടി ഉണ്ടാക്കാം. ഈ ആർമർ എന്തിനാന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ആർമർ എന്തിനാന്ന് വെച്ചാൽ ആർമർ എന്താ വെച്ചാൽ ഇത് വോൾഫ് ആർമറാണ്. വോൾഫിന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ വോൾഫ് നമുക്ക് ഒരു വോൾഫിനെ ഇവിടെ സ്പോണാക്കാം. ഇവിടെ ഏത് വോൾഫാണ് സ്പോണാവാന്നാവോ? അപ്പോൾ ഇത് നമ്മൾ സാധാ വോൾഫാണ്. മറ്റവൻ അവിടെ ഓടിപ്പോയി. അപ്പോൾ അതോനും ഓടിപ്പോയി. അപ്പോൾ ഇത് നമുക്ക് ഇവനെ ടൈം ചെയ്യേണ്ടി വരും. അതിന് നമുക്ക് ബോണ് വേണം. പോവല്ല അവനും പോയി. നമുക്ക് പോണവർ പോട്ടെ, കിട്ടുന്നവർ മതി. അപ്പോൾ ഇവൻക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഈ ആർമർ ഇട്ട് കൊടുക്കാം. പിന്നെ ആർമർ നമുക്ക് കളർ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം. നമുക്കിപ്പോൾ ഏതെടുക്കാം? ഒരു പിങ്ക് എടുക്കാം. പിങ്ക്. പിന്നെ ഇത് നമുക്കൊന്ന് കൂട്ടേണ്ടി വരും. അതിന് നമുക്ക് ക്രാഫ്റ്റിംഗ് ടേബിൾ വേണ്ടി വരും. അപ്പോൾ അതും കൂടി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിട്ടിട്ട് നമുക്കിതിൽ ആർമർ വെച്ചെടുക്കാം. ഈ ഡൈയും കൂടി വെച്ചോളാം. ഞാൻ പറഞ്ഞില്ലേ, വോൾഫ് ആർമർ ഡൈയഡ്. ഇത് ഇവൻ്റെ അതിനിപ്പോൾ പോട്ടെ, ഇട്ടുകൊടുക്കാൻ പറ്റും. അത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇവൻക്ക് എത്ര അടി കൊണ്ടാ ഇവൻ ചാവാതിരിക്കും നോക്കാം. പിന്നെ ആരും എന്നോട് ദേഷ്യം പിടിക്കരുത്, കാരണം എനിക്കിത് ചെയ്തേ പറ്റൂ. സോറി. 4 ആയി, 5 ആയി, 6 ആയി, 7 ആയി, 8 ആയി, 9 ആയി, 10 ആയി, 11 ആയി, 12 ആയി, 13 ആയി, 14 ആയി. 14 വെട്ടുകൊണ്ട
വോൾഫ് ചാവും. ഡോഗല്ല, വോൾഫ്. എന്നോട് ക്ഷമിക്കണം. അപ്പോൾ പിന്നെ ഇതിൽ പറഞ്ഞുതരാം. നമ്മുടെ മൈൻക്രാഫ്റ്റിൽ എന്താണ് വോൾഫ് സത്യത്തിന് ക്ഷമിക്കണം കേട്ടോ. എപ്പോഴും പറയണത് ക്ഷമിക്കണം. അപ്പോൾ ഈ മൈൻക്രാഫ്റ്റിൽ ആർക്കൊക്കെയാണ് സ്പൈഡറിനെ ഇഷ്ടമില്ലാത്തത്? അപ്പോൾ ഈ സ്പൈഡറിനെ നിങ്ങൾക്ക് ടോർച്ചർ ചെയ്യാൻ പറ്റിയൊരു വഴിയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ആർമർ ഡിലോനെ സ്പൈഡറിന് നല്ല പേടിയാണ്. അതിന് നമ്മൾ ഒരു കൂട് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതിൽ നമ്മൾ കാണിച്ചു തരാം. ഒരു സ്പൈഡർ വേണമായിരുന്നു. ഒരു സ്പൈഡർ മതി ഇപ്പോൾ തൽക്കാലത്തിന്. അപ്പോൾ കേവ് സ്പൈഡറാണ്. ഏത് സ്പൈഡറിനെയും നിങ്ങൾക്ക് ഇതിൽ പെടുത്താവുന്നതാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന് വെച്ചാൽ. ഒരു സ്പൈഡറിനെ സ്പോൺ ആക്കുക, ഒരു 2 ഇരുന്നോട്ടെ. എന്നിട്ട് ഒരു ആർമർ ഡിലോനായിട്ട് സ്പോൺ ആക്കിയിട്ട് കണ്ടാ ഓടിടണ്ടാ, എമ്മയെ പേടിച്ച് പോണ് കണ്ടാ. ഇതാണ് ഈ ആർമർ ഡിലോൻ്റെ പ്രത്യേകത. അപ്പോൾ നിങ്ങൾക്ക് ടോർച്ചർ ചെയ്യണമെങ്കിൽ ഇതാ ഈ വഴിയും കൂടി ഉണ്ട്. അപ്പോൾ പിന്നെ അടുത്തത് എന്ന് പറയുന്നത് നമ്മുടെ മൈൻക്രാഫ്റ്റിലുള്ള വെറൈറ്റി വോൾഫ്സ്. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഒരു പ്രസംഗമൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ പ്രസംഗം സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ മൈക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുവാടേ, എല്ലാവരും മൈക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുവരും. അപ്പോൾ എല്ലാവരും നമ്മുടെ ഒരു പ്രസംഗം കൂടിയും കേൾക്കുക. അപ്പോൾ പ്രസംഗം തുടങ്ങാൻ പോവുകയാണ്. മാന്യ സദസ്സിന് വന്ദനം. ഇവിടെ പറയാൻ വന്നത് നമ്മുടെ മൈൻക്രാഫ്റ്റിലൊരു വോൾഫ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വോൾഫ് പാവം. ഈ ഒരു വോൾഫിനെ എല്ലാവരും കളിയാക്കായിരുന്നു. കണ്ടാ ഈ ഒരു വോൾഫ് എന്നും സൂര്യൻ നോക്കി നാലേക്കും. എന്താണ്, ആടിന് വെറൈറ്റി ഉണ്ട്, കുതിരക്ക് വെറൈറ്റി ഉണ്ട്, പിന്നെ പൂച്ചക്ക് വെറൈറ്റി ഉണ്ട്. അതുമല്ല നമ്മളെ എന്താണ് കിളികൾക്ക് പോലും വെറൈറ്റി ഉണ്ട്. പക്ഷെ നമ്മുടെ വോൾഫിന് മാത്രം വെറൈറ്റി ഇല്ല. എല്ലാവരും കളിയാക്കി. അപ്പോൾ ഞാൻ ആ കളിയാക്കലെല്ലാം കണ്ട് എനിക്ക് സങ്കടം തോന്നി. ഞാൻ മൊജാങ്കിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, മോനെ നടക്കൂല കേട്ടോ, വോൾഫിനും ഒരു വെറൈറ്റി കൊടുത്തോ അല്ലെങ്കിൽ സീനാക്കുമെന്ന് പറഞ്ഞു. അത് അപ്പോൾ ഓല് അങ്ങനെ ഞാൻ ചീത്തിട്ട് പറഞ്ഞില്ല. അവർ പറഞ്ഞ് 1.21 അപ്ഡേറ്റിൽ കൊണ്ടാന്ന് പറഞ്ഞു. പറ്റൂല, 1.20.5 അപ്ഡേറ്റിലേ കൊണ്ടാൻ പാടുള്ളൂ പറഞ്ഞു. അങ്ങനെയാണ് ഈ 1.20.5 ഇറങ്ങിയത്. അങ്ങനെ വോൾഫിന് ഇപ്പോൾ പല വെറൈറ്റീസ് ഉണ്ട്. വോൾഫേ സന്തോഷമായില്ലേ? അപ്പോൾ ഞാൻ എൻ്റെ ചുരുങ്ങിയ വാക്കുകൾ ഇവിടെ ചുരുക്കുന്നു. അപ്പോൾ എടാ കൂൾഗോൻ്റെ പ്രസംഗം കിടിലല്ലേ? മറ്റേ കൂൾഗ പൊളിച്ചിട്ടാ, കൂൾഗ സീൻ തന്നെ. അപ്പോൾ ഈ കൂള് നമുക്ക് എന്താ പറയുക, ഏതൊക്കെ ബയോമിലാണ് സ്പോൺ ആവണമെന്ന് ഉള്ള ഒരു ലിസ്റ്റ് തന്നിക്കണം. ആ ലിസ്റ്റ് ആണെങ്കിൽ നമ്മുടെ വലുതാക്കി കാണിച്ചു തരാം. അപ്പം ഇനി നമുക്ക് ആ ലിസ്റ്റ് നോക്കിയിട്ട് ഓരോ ബയോമിൽ പോയിട്ട് അവിടെയുള്ള പല വെറൈറ്റി ഡോഗുകളെ നമുക്ക് കാണാം. ഡോഗല്ല, വോൾഫിനെ നമുക്ക് കാണാം. അപ്പം നേരെ അവിടേക്ക് പോവാം. എന്നാലും ആ കൂൾഗോൻ്റെ പ്രസംഗം പൊളിച്ചില്ല. അപ്പോൾ കൂൾഗോൻ്റെ പ്രസംഗത്തിന് വേണ്ടി ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പം നമുക്ക് നേരെ പോവാം. അപ്പം നമ്മളെ ആദ്യത്തെ ഡോഗ് ഏതാണെന്ന് വെച്ചാൽ സ്പോട്ടഡ്. ഓരോരോ പേരുകളാണ്. അപ്പോൾ ആദ്യത്തേന്ന് പറഞ്ഞാൽ സ്പോട്ടഡ് ആണ്. അപ്പോൾ ഈ സ്പോട്ടഡ് കാണപ്പെടുന്നത് സവാന പ്ലാറ്റിയൂ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അപ്പോൾ ഇതാണ് ആ സ്ഥലം. നമ്മൾ സവാന തന്നെ, നമ്മൾ പ്ലാറ്റിയൂ എന്നൊന്നും പറയില്ലല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് സ്പോൺ ചെയ്യാം. കണ്ടാ, ഇതാണ് നമ്മുടെ വെറൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവനൊന്ന് ടൈം ചെയ്യാം. ഇവൻ്റെ കളറ് മറ്റേ ഇതൊന്നും ഇല്ലെങ്കിലും പക്ഷെ കാണാൻ ലുക്ക് ഉണ്ട് കേട്ടോ. നമ്മുടെ ഈ സവാനായിട്ട് ചേർന്ന് പോകുന്നുണ്ട്. ആ ബ്ലാക്കും ആ ഓറഞ്ച് ആ മയൊക്കെ ഉണ്ടല്ലോ, കാണാൻ നല്ല രസമുണ്ട്. ഇതിൻ്റെ ഈ കഴുത്തിലുള്ള ചോപ്പ് റിബൺ മാത്രമേ രസമില്ല എന്നുള്ളൂ, ബാക്കിയൊക്കെ കാണാൻ നല്ല രസമുണ്ട്. നമുക്ക് ആ റിബൺ മാറ്റി ഓറഞ്ചാക്കിയ കിടു. അപ്പോൾ ഇതാണ് കണ്ട ഫുള്ള് നിങ്ങൾ ടെക്സ്ചർ അതിൻ്റെ വാലൊക്കെ സാധനം നമ്മുടെ ഇതന്നെ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ബയോമിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ അടുത്ത സ്ഥലം ഏതാണെന്ന് വെച്ചാൽ ഓൾഡ് ഗ്രോത്ത് പൈൻ ടൈഗയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ സ്പോണാക്കാം. ഒരു ബ്ലാക്ക് കളറ്, പിന്നെ ഇതിൻ്റെ പേരും ബ്ലാക്കിന്നാണ്. ഈ കളറും രസമുണ്ട്. കറക്റ്റ് ഒരു ബ്ലാക്കിൽ ഒരു ഡാർക്ക് ബ്ലൂ ബ്ലാക്കും കൂടി ചേർന്നിട്ടുള്ളൊരു കളറ്. പക്ഷെ ഇതിൻ്റെ പേര് ബ്ലാക്കിന്നാണ്. ഇത് സ്പോണാവുന്ന വെച്ചാൽ എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ ഓൾഡ് ഗ്രോത്ത് പൈൻ ടൈഗയിലാണ് ഇത് സ്പോണാവുന്നത്. അപ്പം നമുക്കിനി അടുത്ത ബയോമിക്ക് പോവാം. കാണാൻ രസമുണ്ടല്ലേ? പക്ഷെ എനിക്കേറ്റവും ഇഷ്ടമുള്ള സ്നോയി ടൈഗേഴ്സ് കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത സ്ഥലം എന്ന് പറയുന്നത് ഓൾഡ് ഗ്രോത്ത് സ്പ്രൂസ് ടൈഗർ. അപ്പോൾ ഇവിടെ നമുക്കൊന്ന് സ്പോണാക്കി നോക്കാം. ഈ കളർ കാണാൻ രസമുണ്ട് കേട്ടോ. നമ്മുടെ ഈ എന്താ പറയുക, സ്പ്രൂസിൻ്റെ ഇതിനായിട്ട് ചേർന്ന് പോകുന്ന ഒരു കളറ്, മറ്റേ ചോക്ലേറ്റിൻ്റെ ഒക്കെ ഒരു കളർ പോലെ ഉണ്ട്. ഇത് നമ്മുടെ ചോക്ലേറ്റ് ഐസ്ക്രീമിൻ്റെ ഇതിൻ്റെ പേരെന്താണെന്ന് അറിയോ? ചെസ്റ്റിനെട്ട് ഒരു നെറ്റിൻ്റെ പേരാണ്. ഓരോ പേരോള് കിടിലം പേരോളിലെ. അപ്പോൾ എന്തായാലും എന്താ പറയുക, ഇങ്ങനത്തെ ഈ ഒരു 8 വെറൈറ്റികളുണ്ട്. അപ്പോൾ ഈ ഒരു 8 വെറൈറ്റി നമുക്ക് നമ്മുടെ ലെറ്റ്സ് പ്ലേ വേൾഡിലൊന്ന് പിടിക്കണം.
നല്ല രസമുള്ള കളർ കിട്ടുക, നല്ല ചോക്ലേറ്റിൻ്റെ ഇതൊക്കെ ഒരു കിടിലൻ കളറ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാ ഇഷ്ടമായ വോൾഫ് ഏതാണെന്നൊക്കെ കമൻറ്റിൽ ഇടുക, നമുക്ക് നോക്കാം, സെറ്റാക്കാലോ. അപ്പം നമ്മുടെ അടുത്ത ബയോം എന്ന് പറയുന്നത് സ്നോയി ടൈഗയാണ്. അപ്പോൾ ഈ സ്നോയി ടൈഗയിൽ വരുന്ന ഡോഗ് ഏതാണെന്ന് നമുക്ക് നോക്കാം. സ്നോയി ടൈഗയിൽ വരുന്ന ഡോഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അശൻ. ഈ പേര് രസമുണ്ട്. പിന്നെ എനിക്ക് ഈ വെറൈറ്റീസിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഡോഗും കൂടിയാണ് നമ്മളെ മറ്റേ ഇതിൻ്റെ വെറൈറ്റിയുടെ പേര് ഞാൻ മറന്നുപോയി. റിയൽ ലൈഫിലൊരു പേരുണ്ട് മോനെ, ആ പേര് മറന്നുപോയി. അപ്പോൾ എന്തായാലും എനിക്ക് ഏറ്റവും 8 വെറൈറ്റീസിൽ ഇഷ്ടപ്പെട്ട ഒരു ഡോഗാണ് ഈ ഒരു വോൾഫ് എന്ന് പറയുന്ന ഡോഗല്ല വോൾഫ്. പിന്നെ അടുത്ത വെറൈറ്റി നോക്കാം. അടുത്ത ബയോം ഏതാണെന്ന് വെച്ചാൽ വുഡഡ് ബാഡ്ലാൻഡ്സ് ആണ്. അപ്പോൾ ഈ വുഡഡ് ബാഡ്ലാൻഡ്സിൽ വരുന്ന ഡോഗ് ഏതാണെന്ന് വെച്ചാൽ സ്ട്രിപ്പഡ്. അപ്പോൾ ഇവനെ നമുക്കൊന്ന് ടൈം ചെയ്തിട്ട് ഇവൻ്റെ ലുക്ക് നോക്കാം. ഇവൻ്റെ ലുക്ക് എന്ന് പറഞ്ഞാൽ മറ്റേ ഈ എന്താ പറയുക, എന്താ ഇതിനെന്തോന്ന് പറയല്ലോ, ആ കളറ് കിട്ടുന്നില്ല, ഒരു എന്തോ ഒരു കളറ്. അപ്പോൾ ഈ ഒരു കളറ് ഇതിനായിട്ട് മാച്ച് ആവണമെന്ന് വെച്ചാൽ വലുതായിട്ട് മാച്ച് ആവണില്ലെങ്കിലും ആ സാൻഡും ഇതും കൂടി ചേർന്ന് ഒരു ചെറിയ മാച്ചൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും കാണാൻ ലുക്ക് തന്നെ, പക്ഷേ വലിയ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ, എന്നാലും കാണാൻ രസമുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത ബയോം പോവാം. നമ്മുടെ അടുത്ത ബയോം എന്ന് പറയുന്നത് സ്പാർസ് ജംഗിളാണ്. അപ്പോൾ ഈ സ്പാർസ് ജംഗിളിൽ വരുന്ന ഡോഗ് ഏതാണെന്ന് വെച്ചാൽ, ഡോഗല്ല വോൾഫ് ഏതാണെന്ന് വെച്ചാൽ ഈ ഒരു വോൾഫാണ്. നമുക്ക് ഒന്ന് ടൈം ചെയ്തിട്ട് നോക്കാം. ഇത് നമ്മളെ മറ്റേ സവാന പ്ലാറ്റിലുള്ള പോലത്തെ തന്നെ ഒരു കളർ, അതിൽ ജസ്റ്റ് കളർ മാറ്റിയതാണ്. ഈ മോച്ചാങ്ക് പിന്നും ഇടായി കാണിച്ച് എന്നെ വിളിച്ച് ചീത്ത പറയേണ്ടി വരും. ഇത് അതിൻ്റെ ഒരു നേരെ ഒരു കളർ, വേറൊരു സെയിം കളർ, കുറച്ചുകൂടി ഡാർക്കാക്കിയൊരു കളറ്. അപ്പോൾ അതാണ് നമ്മുടെ എന്താ പറയുക സ്പാർസ് ജംഗിളിലുള്ള വോൾഫ് എന്ന് പറയുന്നത്. അപ്പം പിന്നെ നമുക്ക് അടുത്ത ബയോമിലോട്ട് പോവാം. വോൾഫ് എന്ന് പറയുന്നത് ഈ ഒരു വോൾഫ് നമുക്കൊന്ന് സ്പോണാക്കി നോക്കാം. ടൈമായി. അപ്പോൾ എന്നാൽ ഈ ഒരു വോൾഫ് നമ്മുടെ മറ്റേ ഉണ്ടല്ലോ, എനിക്കിഷ്ടമായി പറഞ്ഞില്ല, മറ്റേ സ്നോയി ടൈഗറിലുള്ള ആ വോൾഫിൻ്റെ അതേമാതിരി അതിക്കും കുറച്ച് ലൈറ്റായിട്ടുള്ളൊരു വേർഷനാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ അവസാനത്തിൽ ലാസ്റ്റത്തായെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി മറ്റേൻ്റെ അത്ര രസമില്ലെങ്കിലും എന്നാലും ഒരിത്. അപ്പോൾ ഇതാണ് നമ്മൾ അത് എന്ന് പറയുന്നത്, അതാണിത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ പറയുക 1.20.5 ഇറങ്ങിയിട്ടൊരു മാസം ഞാൻ ഇപ്പോഴാണ് കയറി ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെയായിരുന്നു. പിന്നെ 1.20.5 ഞാൻ കാരണമായിട്ട് ഇറങ്ങിയത് 1.20.5. അപ്പോൾ അതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.